ഹായ് ഹലോ യെസ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഒന്നാമത്തെ പാർട്ടിൽ കുറേ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പാർട്ടിലും കുറച്ച് കൂടുതൽ ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടോണം, വൃത്തിയായിട്ട് നോട്ട് എഴുതിക്കോണം. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ബയോ. അതെ, ടൈപ്പ് 1ൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 2 ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ, ടൈപ്പ് 2 ചോദ്യങ്ങൾ. ഇതിൽ എപ്പോഴും വരുന്ന ഒരു പാറ്റേൺ ആണ് മക്കളെ. എന്താ സംഭവം? A:B ഒരു വില തന്നിട്ടുണ്ട്. എത്രയാത്? 1:2. ശരി. B:C ഒരു വില തന്നിട്ടുണ്ട്. എത്രയാത്? 3:5. എന്നിട്ട് കണ്ടുപിടിക്കാൻ അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത് A:B:Cയുടെ വിലയാണ്. അപ്പൊ A:Bയുടെ വില തന്നിട്ടുണ്ട്, B:C വില തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് A:B:C ആണ്. എന്താ ഇത് ആക്ച്വലി സംഭവം? മക്കളെ, എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ അറിയാം. ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ സാലറിയുടെ കമ്പാരിസൺ, എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ 1:2 ആണ്. അതായത് എയുടെ ഇരട്ടി സാലറി ഉണ്ട് ബിക്ക്. ബിയും സിയും തമ്മിലുള്ള കമ്പാരിസൺ 3:5 ആണ്. അതായത് ബിയേക്കാൾ സാലറി ഉണ്ട് സിക്ക്. എനിക്ക് വേണ്ടത് ഈ 3 പേരുടെയും ഒരുമിച്ചുള്ള കമ്പാരിസൺ ആണ്. അതാണ് A:B:C. എയുടെയും ബിയുടെയും നമുക്കറിയാം, ബിയുടെയും സിയുടെയും നമുക്കറിയാം, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ഒരുമിച്ചുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല മക്കളെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് പല രീതിയിൽ ചെയ്യാം. ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഞാൻ കൂടുതലും പഠിപ്പിക്കാറ് A:Bയും B:C തന്നിട്ട് A:B:C കാണാൻ എയുടെ റേഷ്യോ കാണാൻ ഇവിടെ താഴേക്ക് ഗുണിക്കണം എന്ന് പറയും. 1:3 3. ബിയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ചെരിച്ച് ഗുണിക്കണം എന്ന് പറയും. 3:2 6. സിയുടെ റേഷ്യോ കാണാൻ ഇവിടെ താഴേക്ക് ഗുണിക്കണം എന്ന് പറയും. 2:5 10. അപ്പൊ A:B:Cയുടെ വില 3:6:10 എന്ന് കിട്ടും. അതായത് നമ്മുടെ എന്നില്ലേ, എന്ന് തിരിച്ചിടുന്നത് പോലെ ഗുണിക്കാൻ പറയും A:B:C കാണാൻ. അപ്പൊ ഞാൻ സാധാരണ പറയുന്ന ഒരു ലോജിക്ക് ഇതാണ്. ക്ലിയർ ആണോ? ഇനി ഇത്തരം കണക്കുകൾ ചെയ്യാനുള്ള രണ്ടാമതൊരു മാർഗമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ A:B:C എന്നങ്ങ് എഴുതുക. A:Bയുടെ വില അതിൻ്റെ താഴെ എഴുതുക. മക്കളെ, അത് 1:2 ആണ്. ഓക്കെ. B:Cയുടെ വില അതിൻ്റെ താഴെ എഴുതുക. B:Cയുടെ വില 3:5 ആണ്. അപ്പൊ A:Bയുടെ വില അതിൻ്റെ താഴെ, B:Cയുടെ വില അതിൻ്റെ താഴെ എഴുതി. യെസ്. ഇനി നമ്മൾ ചെയ്യുന്നത് മക്കളെ, ഇവിടെ ഒരു സംഖ്യ വരണം അല്ലേ? അതുപോലെ ഇവിടെ ഒരു സംഖ്യ വരണം, എങ്കിലേ അത് കറക്റ്റ് ഫില്ലാവത്തുള്ളൂ. ഞാൻ ചെയ്യുന്നത് അവിടെ, അതായത് ഇവിടെ ഞാൻ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ 2 അല്ലേ, 2 ഫില്ല് ചെയ്തു. കണ്ടോ? യെസ്. ഇവിടെ ഞാൻ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ 3 ഫില്ല് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എല്ലാം നേരെ താഴേക്ക് ഗുണിക്കോ. 1:3 3 2:3 6 2:5 10. ആൻസർ 3:6:10 എന്ന് ഈ രീതിക്കും ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നുകൂടെ പറയട്ടെ, ഇനി മാർഗങ്ങളുണ്ട്. ജനറലി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്. ഞാൻ കുറച്ചുകൂടെ ഇത് മെത്തേഡ് പ്രിഫർ ചെയ്യുന്നു. A:Bയും B:Cയും തന്നാൽ A:B:C കാണാൻ എന്ന് തിരിച്ചിടുന്ന പോലെ ഗുണിക്കാന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. എയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക്, ബിയുടെ കാണാൻ ഇവിടെയും ബി അല്ലേ, ബിയുടെ കാണാൻ ഇങ്ങനെ ഗുണിക്കണം, സിയുടെ കാണാൻ ഇങ്ങനെ ഗുണിക്കണം. ഇനി അതല്ലെങ്കിൽ A:B:C എന്ന് അകത്തി എഴുതുക, എയുടെയും ബിയുടെയും റേഷ്യോ അതിൻ്റെ താഴെ എഴുതുക, ബിയുടെയും സിയുടെയും റേഷ്യോ അതിൻ്റെ താഴെ എഴുതുക. ഇനി ഇവിടെ MD ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ 2 ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്യുക. ഇവിടെ MD ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ 3 ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്യുക. ഇനി എല്ലാം നേരെ താഴേക്ക് ഗുണിക്കുന്നതായിരിക്കും A:B:Cയുടെ വില. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം മക്കളെ, ഇവിടെ A:Bക്ക് ഒരു വില തന്നിട്ടുണ്ട്. A:Bയുടെ വില 2:3 ആണ്. B:Cക്ക് ഒരു വില തന്നിട്ടുണ്ട്. B:Cയുടെ വില 1:4 ആണ്.
ഇനി കണ്ടുപിടിക്കേണ്ട സാധനം എ ഈസ് ടു ബി ഈസ് ടു സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ റേഷ്യോ കാണാൻ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗുണിക്കാം 2 ഈസ് ടു ബിയുടെ റേഷ്യോ കാണാൻ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗുണിക്കാം 3 ഈസ് ടു സിയുടെ റേഷ്യോ കാണാൻ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗുണിക്കാം 12 2 ഈസ് ടു 3 ഈസ് ടു 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് എഴുതുക. എ ഈസ് ടു ബിയുടെ വില അതിൻ്റെ താഴെ എഴുതി, അത് 2 ഈസ് ടു 3 ആണ്. ഇവിടെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന 3 അങ്ങ് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി ബി ഈസ് ടു സിയുടെ വില അതിൻ്റെ താഴെ എഴുതാം, അത് 1 ഈസ് ടു 4 ആണ്. ഇവിടെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന 1 അവിടെ ഫില്ല് ചെയ്തു. താഴേക്ക് ഗുണിക്കാം 2 into 1 2 ഈസ് ടു 3 into 1 3 ഈസ് ടു 3 into 4 12 എന്ന് കിട്ടും. 2 ഈസ് ടു 3 ഈസ് ടു 12. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. വണ്ടി മുന്നോട്ട് തന്നെ പോകാലോ? യെസ്, വണ്ടി മുന്നോട്ട്. അതേ മോഡൽ അടുത്തൊരു ചോദ്യം. എ ഈസ് ടു ബി തന്നിട്ടുണ്ട് മക്കളെ, 4 ഈസ് ടു 3. ബി ഈസ് ടു സി തന്നിട്ടുണ്ട് മക്കളെ, 1 ഈസ് ടു 2. എന്നിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്ന സാധനം എ ഈസ് ടു ബി ഈസ് ടു സി. താഴേക്ക് ഗുണിക്കണം എന്നറിയാം. 4 into 1 4 ഈസ് ടു 1 into 3 3 ഈസ് ടു 3 into 2 6. 4 ഈസ് ടു 3 ഈസ് ടു 6 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 4 ഈസ് ടു 3 ഈസ് ടു 6. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. എങ്കിൽ മുന്നോട്ട് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എ ഈസ് ടു ബി തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ഈസ് ടു 3 ആണ്. ബി ഈസ് ടു സി തന്നിട്ടുണ്ട്, 2 ഈസ് ടു 3 ആണ്. എന്നിട്ട് ചോദിച്ചേക്കുന്ന സാധനം എ ഈസ് ടു ബി ഈസ് ടു സി അല്ല, പകരം എ ഈസ് ടു സി ആണ്. അതായത് എയുടെയും ഈ സിയുടെയും റേഷ്യോ, ആദ്യത്തേതിൻ്റെ അവസാനത്തിൻ്റെ റേഷ്യോ. ഒരുപാടുമില്ല മക്കളെ. എയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് ഗുണിക്കുക 10. സിയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് ഗുണിക്കുക 9. ആൻസർ 10 ഈസ് ടു 9 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ 10 ഈസ് ടു 9 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ടൈപ്പ് 3. അപ്പോൾ ടൈപ്പ് 2വിൻ്റെ കണ്ടിന്യൂവേഷനാണ് ടൈപ്പ് 3. ടൈപ്പ് 2വിൽ എന്തായിരുന്നു? എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും തന്നിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി കാണാനായിരുന്നു. ആണല്ലോ? യെസ്. അപ്പോൾ എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും തന്നിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി കാണാനായിരുന്നു. ഇത് കുറച്ചുകൂടെ വലുതാണ്. എ ഈസ് ടു ബി ഉണ്ട്. എത്രയാ? 1 ഈസ് ടു 3. ബി ഈസ് ടു സി ഉണ്ട്. എത്രയാ? 2 ഈസ് ടു 1. സി ഈസ് ടു ഡി ഉണ്ട്. എത്രയാ? 3 ഈസ് ടു 4. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് മക്കളെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ അറിയാം, ബിയും സിയും തമ്മിലുള്ള കമ്പാരിസൺ അറിയാം, എയും സിയും തമ്മിലുള്ള കമ്പാരിസൺ അറിയാം, എയും ബിയും സിയും ഡിയും തമ്മിലുള്ള കമ്പാരിസൺ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ മക്കളെ? ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പത്തേത് പഠിച്ചതുപോലെ തന്നെ ആദ്യം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് പഠിക്കാം. എന്നിട്ട് അതിൻ്റെ മറ്റൊരു മെത്തേഡ് കൂടെ പറഞ്ഞുതരാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഈ പറയുന്നതാണ്. ആദ്യം എയുടെ റേഷ്യോ കാണാൻ മുമ്പേ ചെയ്ത പോലെ താഴേക്ക് ഗുണിക്കുക. എത്ര കിട്ടും? 6 ഈസ് ടു. ബിയുടെ റേഷ്യോ കാണാൻ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതിങ്ങനെ ചെരിച്ച് ഗുണിക്കുക. ബിയുടെ റേഷ്യോ ആണ്. എത്ര കിട്ടും മക്കളെ? ബിയുടെ റേഷ്യോ 3 ഇൻറ്റു 2 ഇൻറ്റു 3 18. സിയുടെ റേഷ്യോ കാണാൻ അതേപോലെ ഇങ്ങനെ ചെരിച്ച് ഗുണിക്കുക. 3 ഇൻറ്റു 1 ഇൻറ്റു 3 എത്ര കിട്ടും? 9. ഡിയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക് ഗുണിക്കുക. എത്ര കിട്ടും? 12. എല്ലാം നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാൻ പറ്റും 3 വെച്ച്. 2 ഈസ് ടു 6 ഈസ് ടു 3 ഈസ് ടു 4 എന്ന് കിട്ടും. 2 ഈസ് ടു 6 ഈസ് ടു 3 ഈസ് ടു 4.
നമ്മുടെ ആൻസർ 2:6:3:4. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പം മാക്സിമം ഇത്രേ വരത്തുള്ളൂ. A:B B:C C:D തന്നിട്ട് A:B C കാണാൻ, അല്ലേ? അങ്ങനെ മാക്സിമം ഇതേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എയുടെ റേഷ്യോ കാണാൻ ഇവിടെ നേരെ താഴേക്ക് ഗുണിക്കുക. ബിയുടെ റേഷ്യോ കാണാൻ ദേ ഇങ്ങനെ ചെരിച്ച് കണ്ണുപോലെ, സിയുടെ കാണാൻ ദേ ഇങ്ങനെ ചെരിച്ച്, ഡിയുടെ കാണാൻ ഇങ്ങനെ ചെരിച്ച് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയാം. എയുടെ റേഷ്യോ കാണാൻ ഇവിടെ നേരെ താഴേക്ക് ഗുണിക്കണം. ഡിയുടെ റേഷ്യോ കാണാൻ ഇവിടെ നേരെ താഴേക്ക് ഗുണിക്കണം. ബിയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ഗുണിക്കണം. സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കണം. നടുക്ക് കണ്ണുപോലെ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയും കൂടെ പറഞ്ഞായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. A:B:C:D എന്ന് എഴുതണം. എന്നിട്ട് എയുടെയും ബിയുടെയും റേഷ്യോ അതിൻ്റെ താഴെ എഴുതണം. അത് 1:3 ആണ്, അല്ലേ? ഇനി നമുക്കറിയാം ഇവിടെ സംഖ്യയില്ല, ഇവിടെ സംഖ്യയില്ല. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന 3 അങ്ങ് ഫില്ല് ചെയ്യുക. 3 ഇവിടെ എഴുതി, 3 ഇവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് B:C വില അതിൻ്റെ താഴെ എഴുതുക. 2:1 B:C വില. അപ്പോൾ ഇവിടെ സംഖ്യയില്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന 2 ഫില്ല് ചെയ്തു. ഇവിടെ സംഖ്യയില്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന 1 ഫില്ല് ചെയ്തു. ഓക്കെ, C:D വില അതിൻ്റെ താഴെ ചെയ്തു. C:D 3:4 ആണ്. ഇത് 3:4 ആണ്. അപ്പം നമുക്കറിയാം ഇവിടെയും സംഖ്യയില്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന 3 രണ്ടിടത്ത് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നേരെ താഴേക്ക് ഗുണിക്കുന്നതാണ് ഉത്തരങ്ങൾ. ഓക്കെ, 3 × 2 6 3 × 2 × 3 18 3 × 3 9 3 × 4 12. നമുക്ക് എല്ലാത്തിനെയും 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 2:6:3:4 എന്ന് കിട്ടും. 2:6:3:4 2:6:3:4 പക്കയല്ലേ? ആണ്. അപ്പം 2 മെത്തേഡുകളുണ്ട്. ഒന്ന് വരച്ച് ചെയ്യുന്നതും 2 ഇതുപോലെ ചെയ്യുന്നതും. ഇങ്ങനെ 2 മെത്തേഡുകൾ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. A:2Bയുടെ വില തന്നിട്ടുണ്ട്. എത്രയാണ്? 1:2 ആണ്. B:Cയുടെ വില തന്നിട്ടുണ്ട്. എത്രയാണ്? 3:4 ആണ്. C:Dയുടെ വില തന്നിട്ടുണ്ട്. എത്രയാണ്? 2:3 ആണ്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? A:B:C:D അല്ലേ? അപ്പം എയുടെയും ബിയുടെയും കമ്പാരിസൺ അറിയാം, ബിയുടെയും സിയുടെയും കമ്പാരിസൺ അറിയാം, സിയുടെയും ഡിയുടെയും കമ്പാരിസൺ അറിയാം, എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കമ്പാരിസൺ കാണും. ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. എയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് ഗുണിക്കണം എന്ന് പറഞ്ഞു. 6:, ബിയുടെ റേഷ്യോ കാണാൻ ചെരിച്ച് ഗുണിക്കണം എന്ന് പറഞ്ഞു. ശരിയാണോ മക്കളെ? ഇങ്ങനെ അല്ലേ? എത്ര കിട്ടും അത്? 12. സിയുടെ റേഷ്യോ കാണാൻ ചെരിച്ച് ഇങ്ങനെ ഗുണിക്കണം എന്ന് പറഞ്ഞു. എത്ര കിട്ടി മക്കളെ? 16. ഡിയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക് ഗുണിക്കണം എന്ന് പറഞ്ഞു. എത്രയാണ്? 24. അപ്പോൾ 6:12 16:24. ഒന്നുകൂടെ 2 വെച്ച് ചെറുതാക്കാം. 3:6:8:12. 3:6:8:12 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3:6:8:12. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ A:B:C:D എന്ന് എഴുതാം. എയുടെയും ബിയുടെയും റേഷ്യോ അതിൻ്റെ താഴെ 1:2. ബിയുടെയും സിയുടെയും റേഷ്യോ. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം അല്ലേ? ഫില്ല് ചെയ്യാം. 2 ഇവിടെ 2 ഇവിടെ ആണോ? ബിയുടെയും സിയുടെയും റേഷ്യോ അതിൻ്റെ താഴെ. അത് 3:4 ആണ്. ആണോ മക്കളെ? 3:4. ഇങ്ങോട്ട് ചേർത്ത് 4 ഫില്ല് ചെയ്യണം, ഇങ്ങോട്ട് ചേർത്ത് 3 ഫില്ല് ചെയ്യണം. ശരിയല്ലേ? അടുത്ത സിയുടെയും ഡിയുടെയും റേഷ്യോ അത് 2:3 ആണ്. ഇങ്ങോട്ട് ചേർത്ത് 2 ഫില്ല് ചെയ്യണം, ഇങ്ങോട്ട് ചേർത്തും 2 ഫില്ല് ചെയ്യണം. നേരെ താഴേക്ക് ഗുണിക്കണം. ശരിയാണോ? 6:12:16:24 അല്ലേ? ഒന്നുകൂടെ ചെറുതാക്കാം മക്കളെ. 3:6:8:12.
3:6:8:12. 3:6:8:12. ചെയ്തത് ക്ലിയർ ആണോ? ആണ്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം A:B വിലയുണ്ട് 7:2 ആണ്. B:C വിലയുണ്ട് 1:3 ആണ്. C:D വിലയുണ്ട് 3:2 ആണ്. കണ്ടുപിടിക്കേണ്ട സാധനം A:B:C:D ആണ്. നമുക്കറിയാം നേരെ താഴേക്ക് ഗുണിക്കണം. എയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് ഗുണിച്ചു 7 3 21. ബിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ചെരിച്ചു ഗുണിച്ചു 6. സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ചെരിച്ചു ഗുണിച്ചു 18. ഡിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ചെരിച്ചു ഗുണിച്ചു 12. സോ ഒന്നുകൂടെ എല്ലാം 3 വെച്ച് ചെറുതാക്കാം. 7:2:6:4. 7:2:6:4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 7:2:6:4. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യുമല്ലോ. നല്ല ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ നോക്കണേ. A:B തന്നിട്ടുണ്ട്. എത്രയാണ്? 4:3 ആണ്. B:C തന്നിട്ടുണ്ട്. എത്രയാണ്? 1:2 ആണ്. C:D തന്നിട്ടുണ്ട്. എത്രയാണ്? 3:5 ആണ്. A:D കാണാനാണ് ചോദ്യം. A:D എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൻ്റെ അവസാനത്തേതിൻ്റെ റേഷ്യോ അല്ലേ? അപ്പോൾ എയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക്. A:D എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൻ്റെ അവസാനത്തേതിൻ്റെ റേഷ്യോ. എയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക് 12. ഡിയുടെ റേഷ്യോ കാണാൻ നേരെ താഴേക്ക് 30. കണ്ടോ? സോ 12:30. അതായത് നമ്മൾ 3 വെച്ച് ചെറുതാക്കുമ്പോൾ 4:10 കിട്ടും. ഒന്നുകൂടെ ചെറുതാക്കാം അല്ലേ? 2:5 കിട്ടും. നമുക്ക് 6 വെച്ച് നേരിട്ട് അങ്ങ് ചെറുതാക്കാമായിരുന്നു. 2:5. ആൻസർ 2:5 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? അപ്പം ഒന്ന് ഓർത്തോണേ, A:Bയും B:Cയും C:Dയും തന്നിട്ട് A:D കാണാൻ ഇവിടെ നേരെ ഗുണിക്കുക, ഇവിടെ നേരെ ഗുണിക്കുക. ഈ കാര്യം ഒന്ന് ഓർത്താൽ നല്ലതാണ്. ചെയ്തത് പക്കയാണോ? ആണ്. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. നമ്മുടെ എത്രാമത്തെ ടൈപ്പാണിത്? നമ്മുടെ 4ാമത്തെ ടൈപ്പ് ചോദ്യം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന 4ാമത്തെ ടൈപ്പ്. പരീക്ഷയ്ക്ക് വരുന്ന കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടേ മക്കളെ. 3A = 2B = 4C. 3A = 2B = 4C. A:B:C കാണണം. ഒന്നുമില്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഇത് പാറ്റേൺ അങ്ങ് പഠിച്ചേ. ടൈപ്പ് 4 ചോദ്യം ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് തരണം. 3A എന്ന് പറയുന്നതും 2B എന്ന് പറയുന്നതും 4C എന്ന് പറയുന്നത് ഈക്വൽ ആണ്. എങ്കിൽ A:B:C. എങ്കിൽ കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? A:B:C. ചെയ്തത് ക്ലിയർ ആണോ? ചോദ്യം ക്ലിയർ ആണോ? 3A എയുടെ 3 ഇരട്ടി എന്ന് പറയുന്നതും ബിയുടെ 2 ഇരട്ടി എന്ന് പറയുന്നതും സിയുടെ 4 ഇരട്ടി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ എയും ബിയും സിയും തമ്മിൽ റേഷ്യോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലേക്ക് അങ്ങ് പതിപ്പിക്കണം. ടൈപ്പ് 4 മറക്കരുത്. ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 3A = 2B = 4C. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് വന്നേക്കോ 3 എണ്ണം. ചിലപ്പോൾ ഇത് 2 എണ്ണം ആയിരിക്കും, ചിലപ്പോൾ ഇത് 4 എണ്ണം ആയിരിക്കും, എത്ര വേണേലും വരാം. ഇങ്ങനെ തന്നിട്ട് എയുടെ റേഷ്യോ കാണാൻ, ഏതിൻ്റെയാണോ റേഷ്യോ കാണാൻ ചോദിച്ചേക്കുന്നത്, നിങ്ങൾ അത് കൈകൊണ്ട് അങ്ങ് മൂടി വെക്കുക. എയുടെ റേഷ്യോ ആണ് എ മൂടി വെക്കുക. ബാക്കിയുള്ളത് 2ഉം കൂടെ ഗുണിക്കുക. ബാക്കിയുള്ളത് 2ഉം 4ഉം ആണ്. ഗുണിച്ചാൽ 8 കിട്ടും. അതാണ് എയുടെ റേഷ്യോ. ഇത്രയുള്ള പരിപാടി. ബിയുടെ റേഷ്യോ കാണാൻ ബി മൂടി വെക്കുക. ബാക്കിയുള്ളത് 2ഉം ഗുണിക്കുക. 4 × 3 12 ആണ് ബിയുടെ റേഷ്യോ. സിയുടെ റേഷ്യോ കാണാൻ സി അങ്ങ് മൂടി വെക്കുക. ബാക്കി 2ഉം ഗുണിക്കുക. 3 × 2 6 ആണ് സിയുടെ റേഷ്യോ. അപ്പോൾ A:B:C 8:12:6 എന്ന് കിട്ടും. ഒന്നുകൂടെ ചെറുതാക്കാം അല്ലേ? 4:6
4:3. 2 വെച്ച് ചെറുതാക്കുമ്പോൾ 4:6:3 എന്ന് വരും. മക്കളെ നമ്മുടെ ആൻസർ 4:6:3, അതായത് 4:6:3 ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ടൈപ്പ് 4 മറക്കരുത്. ടൈപ്പ് 4ൻ്റെ ഫോർമാറ്റ് ഇക്വേറ്റ് ചെയ്ത് വരണം അല്ലേ. 3a = 2b = 4c ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തു. 3 4 എണ്ണമൊക്കെ ഇക്വേറ്റ് ചെയ്യുക. എങ്ങനെ ചോദിച്ചാലും ഏതിൻ്റെയാണോ റേഷ്യോ കാണേണ്ടത് അത് മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. എയുടെ കാണാൻ എ മൂടി വെച്ച് ബാക്കിയുള്ളത് ഗുണിക്കുക, ബി കാണാൻ ബി മൂടി വെച്ച് ബാക്കിയുള്ളത് ഗുണിക്കുക, സി കാണാൻ സി മൂടി വെച്ച് ബാക്കിയുള്ളത് ഗുണിക്കുക. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ചോണം കേട്ടോ. ഇനി ടൈപ്പ് 2 എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ടൈപ്പ് 2 ഒന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് മനസ്സിൽ കൊണ്ടുവരണം. A:B തരും, B:C തരും, A:B:C കാണാനാണ് നമ്മുടെ ടൈപ്പ് 2. ടൈപ്പ് 3 എന്താ? A:B തരും, B:C തരും, C:D തരും, എന്നിട്ട് A:B:C:D കാണാനാണ്. വരച്ച് ചെയ്യാം അല്ലേ? ഓക്കെ. ടൈപ്പ് 4 എന്താ? ഇപ്പം പഠിച്ചത് 3a = 2b = 4c എന്ന് പറഞ്ഞ് ഇക്വേറ്റ് തരും. എന്നിട്ട് A:B:C ചോദിക്കും. എ കാണാൻ എ മൂടി വെക്ക് ബാക്കി ഗുണിക്കുക, ബി കാണാൻ ബി മൂടി വെച്ച് ബാക്കി ഗുണിക്കുക, സി കാണാൻ സി മൂടി വെച്ച് ബാക്കി ഗുണിക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദ്യം ഇതാണ്. 2a = 5b = 4c ആണ് എങ്കിൽ A:B:C വില എത്രയാണ്? എയുടെ റേഷ്യോ കാണാൻ എ അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. I4 20. ബിയുടെ റേഷ്യോ കാണാൻ ബി അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 2 × 4 8. സിയുടെ റേഷ്യോ കാണാൻ സി അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 5 × 2 10. ഒന്നുകൂടെ ചെറുതാക്കാം. നമുക്ക് 2 വെച്ച് 10:4:5 എന്ന് കിട്ടും. 10:4:5 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ആൻസർ. 10:4:5. ചോദ്യം 4a = 3b = 1c. മൂന്നെണ്ണം ഇക്വേറ്റ് ചെയ്തല്ലേ മക്കളെ? A:B:C കാണണം. മുമ്പേ പറഞ്ഞ പോലെ എയുടെ റേഷ്യോ കാണാൻ എ മൂടി വെച്ചു, ബാക്കിയുള്ളത് ഗുണിച്ചു. 3 × 1 3. ബിയുടെ റേഷ്യോ കാണാൻ ബി മൂടി വെച്ചു, ബാക്കിയുള്ളത് ഗുണിച്ചു. 4 × 1 4. സിയുടെ റേഷ്യോ കാണാൻ സി മൂടി വെച്ചു, ബാക്കിയുള്ളത് ഗുണിച്ചു. 4 × 3 12. ആൻസർ 3:4:12 ആണ്. ഓക്കെ അല്ലേ? 3:4:12. 3:4:12 ചെയ്തത് പക്കയാണോ? ഓക്കെ, വണ്ടി മുന്നോട്ട്. യെസ്. അടുത്ത ചോദ്യം നോക്കിയേ. 5a = 3b ആണെങ്കിൽ A:B എത്ര? ടൈപ്പ് 4 ആണേ. നമ്മൾ 3 എണ്ണം ഉള്ളതല്ലേ പഠിച്ചേ? 3a = 2b = 5c ആണോ? ഇത് അതിൻ്റെ 2 എണ്ണം ഉള്ള വേർഷൻ. അപ്പം 5a = 3b എന്ന് തന്നിട്ട് A:B കാണാൻ എ മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. ഗുണിക്കാൻ വേറൊന്നുമില്ല. അപ്പോൾ 3. എയുടെ റേഷ്യോ 3. ബിയുടെ റേഷ്യോ കാണാൻ ബി മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. ബാക്കിയുള്ളത് ഗുണിക്കാനൊന്നുമില്ല. ബിയുടെ റേഷ്യോ 5. 3:5 എന്ന് കിട്ടും. A:B 3:5. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 3:5. കണ്ടോ? അപ്പോൾ ഈ പാറ്റേണെ ഇനി നമ്മൾ കണക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് വരും. അപ്പം ഞാൻ പറയും ടൈപ്പ് 4 പഠിച്ചത് മറക്കരുത്. ടൈപ്പ് 4 ഓർക്കുന്നില്ലേ? 5a = 3b എന്ന് പറഞ്ഞാൽ എ കാണാൻ എ മൂടി വെച്ച് അടുത്തത് എടുക്കുക 3. ബിയുടെ റേഷ്യോ ആണ് ബി മൂടി വെച്ച് അടുത്ത് എടുക്കുക 5. അപ്പോൾ A:B 3:5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 5a = 3b തന്നിട്ട് A:B ആണ്. എ കാണാൻ എ മൂടി വെക്കുക 3 എടുക്കുക, ബി കാണാൻ ബി മൂടി വെക്കുക 5 എടുക്കുക. അപ്പോൾ എയുടെ റേഷ്യോ ഓപ്പോസിറ്റ് കിടക്കുന്നു, ബിയുടെ റേഷ്യോ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും. ഇങ്ങനെ 2 എണ്ണം വരുമ്പോൾ 3 എണ്ണം ആണെങ്കിൽ മൂടി വെച്ചിട്ട് ഗുണിക്കണം. 4 എണ്ണം ഒക്കെ ആണെങ്കിലും മൂടി വെച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ ഇത് ആവശ്യമുണ്ട്. ടൈപ്പ് 4 മറക്കരുത് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദ്യം 2a = 7b എങ്കിൽ A:B എത്ര? എയുടെ റേഷ്യോ കാണാൻ എ മൂടി വെക്കുക. എത്രയാ മക്കളെ? 7.
ബിയുടെ റേഷ്യോ കാണാൻ ബി മൂടി വെക്കുക, ബാക്കിയുള്ളത് എടുക്കുക. എത്രയാണ് മക്കളെ? 2. ആൻസർ 7:2 എന്നാണ് കിട്ടുന്നത്. 7:2 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. 7:2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്തേക്കാം നമുക്ക്. 3C = 4D എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് C:D ആണ്. സി കാണാൻ സിയുടെ ഓപ്പോസിറ്റുള്ള എടുക്കുക 4, ഡി കാണാൻ ഡിയുടെ ഓപ്പോസിറ്റുള്ള എടുക്കുക 3 ആണോ? സോ ആൻസർ 4:3 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ടൈപ്പ് 4 ഓക്കെ അല്ലേ? എന്തായിരുന്നു ടൈപ്പ് 2? ടൈപ്പ് 1 എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ടൈപ്പ് 1, യെസ്, അവിടെ 3 റൂൾസാണ് നമ്മൾ പഠിച്ചത്. 3 റൂൾസ്. ഒന്ന്, A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. 2:3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ആണോ മക്കളെ? അതാണ് ആദ്യം പഠിച്ചത്. A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. ഉദാഹരണം 2:3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഇത് നമ്മൾ ആദ്യം ടൈപ്പ് 1ൽ പറഞ്ഞു. ഇനി അവിടെ പറഞ്ഞ വേറൊരു കൺസെപ്റ്റ് A:B = C:D എന്നുള്ള രീതിയിൽ കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ AD = BC എന്ന് എഴുതി വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. A/B = C/D എന്ന ഫോർമാറ്റിൽ കണക്ക് ചെയ്യേണ്ട വന്നാൽ AD = BC, AD = BC എന്ന് എഴുതി വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ടൈപ്പ് 1. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. നമ്മുടെ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ A:B ഒരു വില തരും അല്ലേ, B:C ഒരു വില തരും, എന്നിട്ട് നമ്മളോട് A:B:C കാണാൻ ചോദിക്കും. ഇത്തരം ചോദ്യങ്ങൾ 2 രീതി ചെയ്യുന്നത് പറഞ്ഞു തന്നു. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ A:B ഒരു വില തരും, B:C ഒരു വില തരും, C:D ഒരു വില തരും, എന്നിട്ട് A:B:C:D വില കണ്ടുപിടിക്കാൻ ചോദിക്കും. അതും വരച്ച് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. എന്താ ടൈപ്പ് 4? മറക്കരുത്, ഇത് നന്നായിട്ട് പഠിക്കണം ദയവ് ചെയ്ത് കേട്ടോ. ഓക്കെ, ടൈപ്പ് 4 എന്താ? ഇങ്ങനെ 4A = 3B = 2C ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് തരും. ഈ ഫോർമാറ്റ് അങ്ങ് പഠിച്ചേ. ഇത് ടൈപ്പ് 4. ഇങ്ങനെ വന്നാൽ ഏതിൻ്റെയാണോ റേഷ്യോ കാണേണ്ടത് ആ ടേം മൂടി വെച്ച് ബാക്കിയുള്ളത് ഗുണിക്കണം. ഇതിൻ്റെ തന്നെ 2 എണ്ണം ഉള്ളത് വരും. 3A = 2B. അപ്പോൾ A കാണാൻ ഓപ്പോസിറ്റുള്ള 2 എടുക്കുക, B കാണാൻ ഓപ്പോസിറ്റുള്ള എടുക്കുക. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ ഏതായിരുന്നു ചോദ്യം എന്ന് മനസ്സിലാക്കണം. കേൾക്കുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ റേഞ്ച് കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ അത് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കേട്ടോ. അറിയാവുന്ന കുട്ടികൾക്ക് ഇച്ചിരി റേഞ്ച് ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങ് ഫോളോ ചെയ്യാൻ പറ്റും. എനിക്കറിയാം, നമുക്ക് അറിയത്തില്ലാത്തവരെയും കൂടെ ഒന്ന് ഒപ്പം എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അവരെ വീണ്ടും ഇങ്ങനെ പാമ്പർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണേ കേട്ടോ. ശരി മക്കളെ, എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈപ്പിലേക്ക് വരുവാണ്. നമ്മുടെ 5ാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 5 എന്ന് പറഞ്ഞ് ഈ മോഡൽ പഠിച്ചോണം. 5ാമത്തെ ടൈപ്പാണ് പഠിക്കണേ. യെസ്, മുമ്പേ പഠിച്ചതിൻ്റെ ഒരു വകഭേദമാണ്. ഇവിടെ A/3 എന്ന് പറയുന്നതും B/4 എന്ന് പറയുന്നതും C/5 എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. A/3 എന്ന് പറയുന്നതും B/4 എന്ന് പറയുന്നതും C/5 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. എങ്കിൽ കണ്ടുപിടിക്കേണ്ട സാധനം A:B:C ആണ്. അപ്പോൾ എന്താണ് ടൈപ്പ് 4മായി കമ്പയർ ചെയ്യുമ്പം ടൈപ്പ് 5നുള്ള വ്യത്യാസം? ടൈപ്പ് 5 ഭിന്നസംഖ്യാ രൂപത്തിലാണ് കിടക്കണേ, ഇക്വേറ്റ് ചെയ്ത് അല്ലേ. ഇങ്ങനെ വന്നാൽ പരിപാടി നല്ല എളുപ്പമാണ് മക്കളെ. എയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എയുടെ താഴെ കിടക്കുന്ന സംഖ്യയായിരിക്കും, ബിയുടെ റേഷ്യോ ബിയുടെ താഴെ കിടക്കുന്ന സംഖ്യയായിരിക്കും, സിയുടെ റേഷ്യോ സിയുടെ താഴെ കിടക്കുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ A:B:Cയുടെ വില 3:4:5 എന്ന് കിട്ടും. സിമ്പിൾ പരിപാടി. ശരിയല്ലേ? എയുടെ റേഷ്യോ എയുടെ താഴത്തെ 3, ബിയുടെ റേഷ്യോ ബിയുടെ താഴത്തെ 4, സിയുടെ റേഷ്യോ സിയുടെ താഴത്തെ 5. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ, അപ്പോൾ ടൈപ്പ് 5 എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പം ടൈപ്പ് 5 ചോദ്യം ഈ ഫോർമാറ്റ് ആയിരുന്നു എന്ന് മനസ്സിലേക്ക് വരണം. ഇനി മുന്നോട്ട് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ മുന്നോട്ട് വലിയ കണക്കുകൾ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറയും ടൈപ്പ് 4ൽ പഠിച്ചതുപോലെ, ടൈപ്പ് 5ൽ പഠിച്ചതുപോലെ എന്ന് പറയും. അപ്പോൾ ഓർത്തോണം, ടൈപ്പ് 5ൻ്റെ ഫോർമാറ്റ് A/, കണ്ടോ, ഭിന്നസംഖ്യാ രൂപത്തിൽ ഇക്വേറ്റ് ചെയ്ത് വേണം. എയുടെയും ബിയുടെയും സിയുടെയും വില അതത് റേഷ്യോസ് തന്നെയായിരിക്കും. ആ താഴത്തെ സംഖ്യകൾ തന്നെയായിരിക്കും എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോസ്. അതത് താഴത്തെ സംഖ്യകളായിരിക്കും. ഇനി അതിന് റീസൺ പറഞ്ഞ ഇത്ര ഓർത്താൽ മതി മക്കളെ. ഇതും ഈക്വൽ ആണെന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത്.
ഈ മൂന്നും ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും ഈക്വൽ ആവണമെങ്കിൽ മൂന്നും ഒന്നിന് തുല്യമായാൽ പോരെ, ഈക്വൽ ആയിക്കോളൂല്ലോ. ഇതൊന്നാവാൻ ഇത് 3 വരണ്ടേ, എന്നാലേ 3/3 1 വരത്തുള്ളൂ. ഇതൊന്നാവാൻ ഇത് 4 വരണ്ടേ, എന്നാലേ 4/4 ഒന്നാവത്തുള്ളൂ. ഇത് 1 വരാൻ ഇത് 5 വരണ്ടേ, എന്നാലല്ലേ 5/5 ഒന്നാവത്തുള്ളൂ. അപ്പോൾ എയും ബിയും സിയും 3ഉം 4ഉം 5ഉം വരുമ്പോഴല്ലേ അത് നമുക്ക് ഒന്നിന് ഈക്വൽ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് എയുടെ വില അതിൻ്റെ താഴത്തേത് തന്നെയാണ്, ബിയുടെ വില അതിൻ്റെ താഴത്തേത് തന്നെയാണ്, സിയുടെ വിലയും അതിൻ്റെ താഴത്തേത് തന്നെയാണ്, അല്ലെങ്കിൽ റേഷ്യോയും അതിൻ്റെ താഴത്തേത് തന്നെയാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് 1=1=1 എന്നായിരിക്കും, കണ്ടീഷൻ ഈക്വൽ ആയിക്കോളും. ഈക്വൽ ആണെന്നുള്ള നിയമം ശരിയായിക്കോളും. മുന്നോട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ചോദ്യം ഇതാണ്. A/4 ഈസ് ഈക്വൽ ടു B/2 ഈസ് ഈക്വൽ ടു C/7 എങ്കിൽ A/B/C കണ്ടുപിടിക്കണം. എയുടെ റേഷ്യോ 4 ബിയുടെ റേഷ്യോ 2 സിയുടെ റേഷ്യോ 7. അതിൻ്റെ താഴെ കിടക്കുന്നത് തന്നെയായിരിക്കും അതത് റേഷ്യോസ്. പക്കയല്ലേ? ആണ്. മുന്നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A/6 ഈക്വൽ ടു B/5 ഈക്വൽ ടു C/2. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് A/B/C ആണ്. ആണോ? എയുടെ റേഷ്യോ എയുടെ താഴെ കിടക്കുന്ന 6, ബിയുടെ റേഷ്യോ ബിയുടെ താഴെ കിടക്കുന്ന 5, സിയുടെ റേഷ്യോ സിയുടെ താഴെ കിടക്കുന്ന 2. അപ്പോൾ 6:5:2 എന്ന് വരും. 6:5:2 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. നമ്മൾ 3 ഉള്ളതല്ലേ മുമ്പേ പഠിച്ചേ, അതിൻ്റെ 2 ഉള്ള വേർഷൻ. A/3 ഈസ് ഈക്വൽ ടു B/2. A/3 ഈക്വൽ ടു B/2 എന്ന് തന്നിട്ട് A/B കാണാൻ ചോദിച്ചാൽ ആൻസർ 3:2 ആണ് മക്കളെ. ശരിയല്ലേ? 3 വരുന്നത് ചെയ്തു, അതിൻ്റെ 2 ഉള്ള വേർഷൻ. എ കാണാൻ എയുടെ താഴെയുള്ള 3 എടുക്കുക, ബിയുടെ റേഷ്യോ ബിയുടെ താഴെയുള്ള 2. എന്നാലേ 1:1 1:1 1:1 എന്നുള്ള കണ്ടീഷൻ ശരിയാവത്തുള്ളൂ. എയുടെ വില താഴത്തെ 3, ബിയുടെ വില താഴത്തെ 2 എങ്കിലേ 1:1 ശരിയാവത്തുള്ളൂ. അപ്പം 3 ഉള്ളതിൻ്റെ 2 ഉള്ള വേർഷൻ. അപ്പോൾ ഇനി കണക്ക് നമ്മൾ വേറെ ചെയ്യുന്നതിനിടയ്ക്ക് ഇതിങ്ങനെ വരുമ്പം ഞാൻ ചോദിക്കും, ടൈപ്പ് 5 എങ്ങനെയായിരുന്നു? ടൈപ്പ് 5 ചോദ്യങ്ങളുടെ ഫോർമാറ്റ് എന്തായിരുന്നു? ടൈപ്പ് 4ൻ്റെ ഫോർമാറ്റ് എന്താ മക്കളെ? 3A ഈസ് ഈക്വൽ ടു 2B ഈക്വൽ ടു 5C ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് തരും. ഇതാണ് ടൈപ്പ് 4. എ കാണാൻ എ മൂടി വെച്ച് ബാക്കി ഗുണിക്കുക, ബി കാണാൻ ബി മൂടി വെച്ച് ബാക്കി ഗുണിക്കുക, സി കാണാൻ സി. ഇത് ടൈപ്പ് 4. ഓക്കെ. ടൈപ്പ് 5 എന്താ? A/3 ഈക്വൽ ടു കണ്ടോ B/2 ഈക്വൽ ടു C/5 ഭിന്നസംഖ്യാ രൂപത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ കിടക്കുന്നതിനായിരിക്കും അതിൻ്റെ റേഷ്യോ. ഇത്രയും ഓക്കെ ആണോ? ആണ്. ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് അങ്ങ് പഠിച്ചാലോ? നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം. അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് നമ്മുടെ 6ാമത്തെ ടൈപ്പാണ്. ടൈപ്പ് 6, 6ാമത്തെ ടൈപ്പ് ചോദ്യം. 6ാമത്തെ ടൈപ്പ് ചോദ്യം ശ്രദ്ധിച്ചേ. ചോദ്യം 1/3 ഈസ് ടു 1/4. 1/3 1/4 ഏത് റേഷ്യോയിലാണെന്ന ചോദ്യം. 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ റേഷ്യോ കാണാനാ ചോദ്യം. 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ റേഷ്യോ. മക്കളെ, ഇങ്ങനെ 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് ഇതിനെ വൃത്തിയുള്ള റേഷ്യോയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഏടെ റേഷ്യോ കാണാൻ ആദ്യത്തെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക, രണ്ടാമത്തെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക. ഇത്രേ ഉള്ളൂ മക്കളെ. അതായത് 4ഉം 1ഉം കൂടെ അങ്ങ് ഗുണിക്കുക. എത്ര കിട്ടി? 4. 3ഉം 1ഉം കൂടെ അങ്ങ് ഗുണിക്കുക. എത്ര കിട്ടി? 3. അപ്പോൾ ഇത് ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചാൽ 4:3 എന്ന റേഷ്യോയിലാണ്. അപ്പം 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ പ്രോപ്പർ റേഷ്യോയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. 1/3 1/4 ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് എഴുതുക. 4:3 എന്ന റേഷ്യോയിലാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2/5 1/3 ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ അങ്ങ് ഗുണിക്കുക. എത്ര കിട്ടി മക്കളെ? 6.
ഇതിങ്ങനെയും ഗുണിക്കുക. എത്ര കിട്ടി മക്കളെ? 5. ആൻസർ 6:5 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 6:5. മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4/7:2/5. ഇത് ഏത് റേഷ്യോയിലാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഭിന്നസംഖ്യകളുടെ റേഷ്യോ കാണാൻ എളുപ്പമാർഗം എന്താ? ഇങ്ങനെ ഗുണിക്കുക. I4 20 ഈസ്റ്റു ഇങ്ങനെ ഗുണിക്കുക. 7 × 2 14 ആണോ? ഒന്നുകൂടെ 2 വെച്ച് ചെറുതാക്കുമ്പോൾ 10:7 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഭിന്നസംഖ്യകൾ തന്നാൽ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിച്ചോ? 2 എണ്ണത്തിൻ്റെ അറിയാം. ഇതുപോലെ 3 എണ്ണം തന്നാൽ എന്ത് ചെയ്യും ചേട്ടാ? 1/3 ഈസ്റ്റു 1/2 ഈസ്റ്റു 1/4. 3 ഭിന്നസംഖ്യകൾ തന്നേക്കുക. അതിൻ്റെ റേഷ്യോ കാണാം. അതായത് 1/3 ഈസ്റ്റു 1/2 ഈസ്റ്റു 1/4ൻ്റെ പ്രോപ്പർ റേഷ്യോ. ഇത് ഭിന്നസംഖ്യയായിട്ടുള്ള റേഷ്യോസ് തന്നെങ്കിൽ ഇതിനെ വൃത്തിയാക്കി എഴുതണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, മുകളിലെല്ലാം 1 അല്ലേ? മുകളിലെല്ലാം 1 ആണെങ്കിൽ താഴത്തേത് മാത്രം കൺസിഡർ ചെയ്യുക. നോർമലി ഇത് ചെയ്യേണ്ടത് LCM കണ്ടുപിടിച്ച, പക്ഷേ LCM കാണാതെ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. മുകളിൽ എല്ലാം 1 ആണെങ്കിൽ മാത്രമേ ഇത് സ്യൂട്ട് ആവത്തുള്ളൂ. ശ്രദ്ധിച്ചോണം, മുകളിൽ എല്ലാം 1 ആണെങ്കിൽ മാത്രമേ ഇത് സ്യൂട്ട് ആവത്തുള്ളൂ. കേട്ടല്ലോ? യെസ്. അപ്പോൾ 1/3 ഈസ്റ്റു 1/2 ഈസ്റ്റു 1/4 ഏത് റേഷ്യോയിലാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ ചെയ്യാൻ മുകളിലെല്ലാം 1 ആയതുകൊണ്ട് മാത്രം താഴത്തേത് മാത്രം കൺസിഡർ ചെയ്യുക. ഈ താഴത്തെ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ റേഷ്യോ കാണാൻ ആദ്യത്തെ ടൈം നമ്മൾ മുമ്പേ മൂടി വെച്ച് ചെയ്ത അതേ ടെക്നിക്ക് 3 അങ്ങ് മൂടി വെക്കുക, ബാക്കി കുടിക്കുക. 8 ഈസ്റ്റു രണ്ടാമത്തെ റേഷ്യോ കാണാൻ ആ രണ്ടാമത്തെ ടൈം മൂടി വെക്കുക, ബാക്കി ഗുണിക്കുക. 3 × 4 12. മൂന്നാമത്തേത് കാണാൻ മൂന്നാമത്തേത് അങ്ങ് മൂടി വെക്കുക, ബാക്കി ഗുണിക്കുക. 3 × 2 6. ആൻസർ 8:12:6. ഒന്നും കൂടെ ചെറുതാക്കാം. 4:6:3 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ 4:6:3 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഒന്നുകൂടെ പറയട്ടെ. യെസ്. അതായത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. അതായത് മുകളിലെല്ലാം 1 വരണം. എന്നിട്ട് 2, 3, 4 ഇങ്ങനെ ഭിന്നസംഖ്യകളുടെ റേഷ്യോ കാണാൻ വന്നാൽ മുകൾ ഭാഗം കൺസിഡർ ചെയ്യേണ്ട, താഴ്ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. താഴ്ഭാഗം മാത്രം. എന്നിട്ട് ആദ്യത്തേതങ്ങ് മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ ആദ്യത്തെ റേഷ്യോ കിട്ടും 8. രണ്ടാമത്തേതങ്ങ് മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ രണ്ടാമത്തെ റേഷ്യോ കിട്ടും 12. മൂന്നാമത്തേതങ്ങ് മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ മൂന്നാമത്തെ റേഷ്യോ കിട്ടും. മൂന്നാമത്തെ മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ മൂന്നാമത്തെ റേഷ്യോ കിട്ടും. ഒന്നുകൂടെ ചെറുതാക്കാം. 4:6:3. ഓക്കെ അല്ലേ? ശരി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം 1/5 ഈസ്റ്റു 1/3 ഈസ്റ്റു 1/2 വില കാണാൻ ഞാൻ പറഞ്ഞു. മുകൾവശം എല്ലാം 1 ആണെങ്കിൽ മാത്രം നമ്മുടെ ഷോർട്ട് ട്രിക്ക് എന്ത് ചെയ്യണം? താഴ്വശം മാത്രം കൺസിഡർ ചെയ്യണം. താഴ്വശം മാത്രം കൺസിഡർ ചെയ്യണം. ആണോ? എന്നിട്ട് ഈ 5 അങ്ങ് മൂടി വെച്ച് ബാക്കിയുള്ളത് ഗുണിച്ചാൽ അവിടുത്തെ റേഷ്യോ കിട്ടും 6. ഈ 3 അങ്ങ് മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ അവിടുത്തെ റേഷ്യോ കിട്ടും 10. ഈ 2 അങ്ങ് മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചാൽ അവിടുത്തെ റേഷ്യോ കിട്ടും 5 × 3 15. 6:10:15 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ആൻസർ. ഓപ്ഷൻ 6:10:15. 6:10:15 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം 1 വെച്ച് തന്നെ ഉള്ളതാണ്. 1/2 ഈസ്റ്റു 1/4 ഈസ്റ്റു 1/5 വില കാണണം. നമ്മൾ പറഞ്ഞതുപോലെ ഈ 2 മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചു. I4 20 ഈസ്റ്റു ഈ 4 മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചു. 2 × 5 10 ഈസ്റ്റു ഈ 5 മൂടി വെച്ച് ബാക്കി 2 ഗുണിച്ചു. 4 × 2 8 അല്ലേ? ഒന്നുകൂടെ ചെറുതാക്കാം. 10:5:4 2 വെച്ച് ചെറുതാക്കുമ്പം 10:5:4 എന്നാണ് കിട്ടുന്നത്. 10:5:4 നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.
ഇനി സാഹചര്യം മാറി. ചോദ്യം ശ്രദ്ധിച്ചോ. 1/2 ഈസ് ടു 3/5 ഈസ് ടു 2/3. 3 ഭിന്നസംഖ്യകളുടെ റേഷ്യോ കാണണം. ഇവിടെ മുകളിലെല്ലാം 1 അല്ല. മുകളിലെല്ലാം 1 ആണെങ്കിലാണ് നമ്മൾ പറഞ്ഞ ടെക്നിക്ക് ശരിയാകുന്നത്. ഇവിടെ മുകളിലെല്ലാം 1 ആണോ? അല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പം ചെയ്യേണ്ടത് താഴെ കിടക്കുന്ന സംഖ്യകളുടെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണണം ആദ്യം. അപ്പം 2ൻ്റെയും 5ൻ്റെയും 3ൻ്റെയും LCM 30 2ൻ്റെയും 5ൻ്റെയും 3ൻ്റെയും ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. 2ൻ്റെയും 5ൻ്റെയും 3ൻ്റെയും LCM 30. ഇത്ര ഓക്കെ അല്ലേ? ഇനി ആ 30 കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യേനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ആദ്യത്തെ റേഷ്യോ. 30 കൊണ്ട് അരേനെ ഗുണിച്ചാൽ 15 കിട്ടും ഈസ്റ്റു. അതേ 30 കൊണ്ട് അടുത്ത ഭിന്നസംഖ്യയെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അതിൻ്റെ റേഷ്യോ. അതായത് ഈ 5ഉം 30ഉം വെട്ടിപ്പോയി 6 3 18. ക്ലിയർ ആണോ? ഇനി അതേ 30 കൊണ്ട് അടുത്ത ഭിന്നസംഖ്യേനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അതിൻ്റെ റേഷ്യോ. ഇതും വെട്ടിപ്പോയി 10 × 2 20. സോ ആൻസർ 15:18:20. 15:18:20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കാം. 2/5 ഈസ് ടു 1/4 ഈസ് ടു 3/2. കണ്ടുപിടിക്കേണ്ട സാധനം ഇതിൻ്റെ റേഷ്യോ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? താഴെ കിടക്കുന്ന സംഖ്യകൾ 5 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ഇതിൻ്റെ എല്ലാം LCM കാണണം. ആണോ? ഇതിൻ്റെ എല്ലാം LCM 20 ആണ്. ഇനി ഓരോ വാല്യൂസ് കിട്ടാൻ 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ. 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ. 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ. 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഈ 5ഉം 20ഉം വെട്ടിപ്പോയി 4 × 2 8 കിട്ടും ഈസ്റ്റു. 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഇതും വെട്ടിപ്പോയി 5 കിട്ടും അല്ലേ? 20 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം 10 × 3 30 കിട്ടും. നമുക്ക് 8:5:30 എന്നാണ് ആൻസർ കിട്ടുന്നത്. 8:5:30 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതാണ് മുകളിൽ ഒന്നല്ലാത്ത സംഖ്യകൾ വരുമ്പം ചെയ്തെടുക്കേണ്ട രീതി. അപ്പം ഇത്രയും ടൈപ്പുകൾ 6 ടൈപ്പുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയോ? മനസ്സിലായോ? ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഐഡിയ ആയോ? അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് പഠിക്കണം. ഈ 6 ടൈപ്പ് ഇതിൻ്റെ ഫൗണ്ടേഷനാണ്, അടിത്തറയാണ്. ഇത് സ്ട്രോങ് ആവണം. അപ്പോൾ ഞാൻ ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ ചോദ്യം ഏതാണെന്ന് മനസ്സിലാവണം. ടൈപ്പ് 5 എന്ന് പറയുമ്പോൾ ചോദ്യം ഏതാണെന്ന് മനസ്സിലാവണം. ടൈപ്പ് 6 എന്ന് പറയുമ്പോൾ ചോദ്യം ഏതാണെന്ന് മനസ്സിലാവണം. ടൈപ്പ് 1 എന്തായിരുന്നു, ടൈപ്പ് 2 എന്തായിരുന്നു, ടൈപ്പ് 3 എന്തായിരുന്നു എന്ന് പഠിക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇടയ്ക്കുന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. എന്താണ് നമ്മുടെ ടൈപ്പ് 4? ടൈപ്പ് 4 എന്താ? 3A = 2B = 4C. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് തരുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 4. എ കാണാൻ എ മൂടി വെച്ച് ബാക്കി ഗുണിക്കണം, ബി കാണാൻ ബി മൂടി വെച്ച് ബാക്കി ഗുണിക്കണം, സി കാണാൻ സി മൂടി വെച്ച് ബാക്കി ഗുണിക്കണം. ഇതിൻ്റെ 2 എണ്ണമുള്ളതും വരാം. 3C = 4D അല്ലേ? 2 എണ്ണമുള്ളതും വരാം. അപ്പം സി കാണാൻ സി മൂടി വെച്ച് ബാക്കി ഗുണിക്കുക, അപ്പം 4 എടുക്കുക. ഡി കാണാൻ ഡി മൂടി വെച്ച് ബാക്കി ഗുണിക്കുക, അപ്പോൾ 3 എടുക്കുക അല്ലേ? ഇതാണ് ടൈപ്പ് 4. അപ്പോൾ ടൈപ്പ് 4 എന്ന് പറയുമ്പം ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലേക്ക് ഓടി വരണം. എന്താണ് ടൈപ്പ് 5? ടൈപ്പ് 5 അതേ ചോദ്യം ഭിന്നസംഖ്യാ രൂപത്തിൽ ചോദിക്കും. A/5 = B/3 = C/4. കണ്ടോ? ഇങ്ങനെ ചോദിച്ചിട്ട് A:B:C ചോദിക്കും. അപ്പോൾ ഓർക്കുക, ഈ ഒരു പാറ്റേണിൽ വന്നാൽ അതിൻ്റെ താഴത്തെ വില തന്നെയാണ് അതിൻ്റെ റേഷ്യോ. ഇനി ഇതുപോലെ 2 എണ്ണമുള്ളതും വരാം. A/3 = B/2. എന്നിട്ട് A:B ചോദിക്കും. 3:2 ആണ് അതിൻ്റെ വില. ഇതാണ് ടൈപ്പ് 5. ടൈപ്പ് 6 എന്താ? ടൈപ്പ് 6 എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ റേഷ്യോ കാണുന്ന ചോദ്യങ്ങളാണ്. ഭിന്നസംഖ്യകളുടെ റേഷ്യോ ആണോ? ഭിന്നസംഖ്യകളുടെ റേഷ്യോ ആണെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി. 2 എണ്ണമാണെങ്കിൽ. 3 എണ്ണമാണ്
മുകളിലെല്ലാം വണ്ണുമാണെങ്കിൽ 3 മുകളിലെല്ലാം വണ്ണുമാണെങ്കിൽ താഴത്തേത് മാത്രം കൺസിഡർ ചെയ്യുക. ആദ്യത്തെ 3 മൂടി വെച്ച് ബാക്കി ഗുണിച്ചാൽ ആദ്യത്തെ റേഷ്യോ കിട്ടും, 2 മൂടി വെച്ച് ബാക്കി ഗുണിച്ചാൽ അടുത്ത റേഷ്യോ കിട്ടും, അടുത്ത മൂടി വെച്ച് ബാക്കി ഗുണിച്ചാൽ അടുത്ത റേഷ്യോ കിട്ടും. ആണല്ലോ? യെസ്. ഇനി അതുപോലെ 3 സാധാരണ ഭിന്നസംഖ്യകൾ വന്നാൽ ഇപ്പോൾ 2/5 ഈസ് 3/6 ഈസ് 1/2 ഇങ്ങനെ സാധാരണ ഭിന്നസംഖ്യകൾ തന്നിട്ട് റേഷ്യോ കാണാൻ പറഞ്ഞാൽ താഴെ കിടക്കുന്നതിൻ്റെ LCM എടുക്കണം. LCM കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ, LCM കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ, LCM കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ റേഷ്യോ. ഇതാണ് ടൈപ്പ് 6. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് A:B എന്ന് പറഞ്ഞാൽ A/B ആണെന്നുള്ള കൺസെപ്റ്റും A:B = C:D ഫോർമാറ്റിൽ കണക്ക് ചെയ്യേണ്ട വന്നാൽ AD = BC എന്ന് പറഞ്ഞ് ചെയ്യണമെന്നും A/B = C/D ഫോർമാറ്റിൽ കണക്ക് ചെയ്യേണ്ട വന്നാൽ AD = BC എന്ന് പറഞ്ഞ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കണക്കുകളാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ A:Bക്ക് ഒരു വില തരും, B:Cക്ക് ഒരു വില തരും, A:B:C വില കാണുന്നതാണ്. 2 രീതി പറഞ്ഞു തന്നു. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ A:Bക്ക് ഒരു വില തരും, B:Cക്ക് ഒരു വില തരും, C:Dക്ക് ഒരു വില തരും, എന്നിട്ട് A:B:C:D കാണുന്ന ചോദ്യങ്ങളാണ്. ഇതാണ് നമ്മൾ പഠിച്ച 6 ടൈപ്പുകൾ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള പാർട്ടുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 6 ടൈപ്പുകൾ നല്ല തറവായിരിക്കണം. ഇതാണ് അടിത്തറ. ടൈപ്പ് 4 ഇതായിരുന്നു, ടൈപ്പ് 5 ഇന്നതായിരുന്നു, ടൈപ്പ് 6 ഇന്നതായിരുന്നു എന്ന് കിട്ടിയിരിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. അടിത്തറ സ്ട്രോങ് ആയാൽ കണക്കുകൾ ഇനി മുന്നോട്ട് വരുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ 2ാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.